കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് വാഹനമാണ്. 2009 മോഡൽ ഓൾട്ടോ LXi ആണ്. അപ്പോൾ ഓൾട്ടോ LXi എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് പവർ വിൻഡോസും പവർ വിൻഡോസ് വരുന്നില്ല, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2009 മോഡൽ പുത്തൻ പേപ്പറാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് തന്നെ പുതിയ പേപ്പർ പുതിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്ക് നമുക്കിതിന് വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലൂരാണ്. ഇവിടെ വരികയാണെങ്കിൽ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കളർ വണ്ടിയാണ്, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ട വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ നേരിട്ട് വരാം, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ വാഹനം ഫുൾ കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഈ ഒരു ഓൾട്ടോ ആണ്. അപ്പോൾ ഓൾട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2009 ഇതിൻ്റെ മോഡൽ നിൽക്കുന്നത്, പുത്തൻ പേപ്പറാണ് നിൽക്കുന്നത്. വാലിഡ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ അതിൻ്റേതായ ഭംഗിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഈ വാഹനം നോക്കാവുന്നതാണ്, എടുക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ജസ്റ്റ് ഫുള്ള് വ്യൂ നമുക്ക് നോക്കിയേക്കാം. എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോക്ക് പറയുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് വാഹനം വന്നേക്കണേ, ഓൾട്ടോ LXi 2009 മോഡൽ. ഓക്കെ, വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നമുക്കൂടെ നോക്കാം. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കും ഒന്ന് പോയേക്കാം. വീലാർസ് നോക്കാം. വീലാർസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീലാർസ് നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സും നമുക്കൂടെ നിൽക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കിനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലേക്ക് വരുമ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പൊട്ടിക്ക് സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കുറച്ചൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ലാംപ്സിലേക്ക് വരാം. ലാംപ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ കൂടെ മെഷ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ചെറിയ സ്ക്രാച്ച് കാണാം. താഴേക്ക് വലിയ കുഴപ്പമില്ല. ഇവിടെയും പൊടിക്ക് സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ടോൻ്റെ ഒറിജിനൽ ആ ഒരു സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറിലും ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതേപോലെ നമുക്കിനി റിയർ ഭാഗത്തേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. റൂഫ് നോക്കാം. റൂഫ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വരാം. ഇവിടെ ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇവിടെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ലാമ്പായാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. റിയറിലെ വീലാർസിലേക്ക് എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല കുഴപ്പമില്ലാത്ത ഗ്രിപ്പാണ്, ഗ്രിപ്പ് കുറച്ച് കുറവാണ്. 2 ഡോറിലേക്ക് പോകാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്തു. നമുക്ക് ഡോർ പാഡ്സിലേക്ക് നോക്കാം. ഡോർ പാഡ്സൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സാണ്, ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഇതിൻ്റെ കീ ഒന്ന് എടുത്തിട്ട് കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ നോക്കിയേക്കാം. ഇതാണ് കീ വന്നേക്കണം. പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 lakh കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ കറക്റ്റ് കവർ ചെയ്തിട്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. മിഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ മിഡിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്കൊന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയും ഡോർ പാഡ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ നമുക്കിവിടെ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നമുക്കിവിടെ കാണാനുള്ളത്. ഓക്കെ, നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോണറ്റും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഡോറിന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ ബോണറ്റൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ബോണറ്റൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റിയതാണ് വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. കേട്ടോ, വീഡിയോ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കാൻ പറ്റും. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ,
അതേപോലെ തന്നെ ഇവിടെ പവർഫുൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഡ്ജ് നോക്കാം. എഡ്ജ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന എഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലീഡിലേക്കൊന്ന് വേഗം. ലീഡിൻ്റെ പൊടിക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ലക്ഷം രൂപയുടെ വണ്ടിയാണ്, അത്രയും വിലയുള്ളൂ. പുത്തൻ പേപ്പറുണ്ട്, അതൊക്കെയാണ് നമ്മളോട് നോക്കേണ്ടത്. ഇതൊക്കെ വലിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമായിട്ട് നമുക്കിവിടെ പറയാനില്ല. ഇനി നമുക്ക് ബൂട്ടിലേക്കൊന്ന് വേഗം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കീ ഒന്ന് എടുത്തോട്ടെ. ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കുന്നത്. ഞാൻ ഇനി ബൂട്ടൊന്ന് അപ്പ് ചെയ്യാം. ബൂട്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു പൊടിയഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്കിനി ലിഡിലേക്കൊക്കെ ഒന്ന് വയ്ക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ലോവർ പോർഷനിലേക്ക് വരാം. അതേപോലെ തന്നെ നമുക്കിനി പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. ടയറൊക്കെ ആവറേജാണ്, ബിലോ ആവറേജാണ്, ഇപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. നല്ല നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. കാര്യമായിട്ട് വിലയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇപ്പോൾ ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരിന് സുഖമായിട്ട് നമുക്ക് ഓടിച്ച് പഠിക്കാം. അതുകൂടാതെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ടൗണിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ യാത്ര ചെയ്ത് പോകാൻ പറ്റാവുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു ഓൾട്ടോ LXi. അപ്പോൾ ഈ ഒരു പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനം 2009 മോഡലാണ്. അതുകൂടാതെ തന്നെ ഞാൻ പറയുകയും ചെയ്തു, 2009 മോഡലാണെങ്കിലും പുത്തൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് പേപ്പറിൻ്റെ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. കൂടാതെ വാലിഡ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്കിനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാൻ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഓൾട്ടോൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,10,000 രൂപയാണ്. 1.10 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.